മരിക്കുന്നതിന് മുമ്പ് വരെ ഒന്നേ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. എത്ര സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാലും നമുക്ക് എത്ര കഷ്ടപ്പാടുകൾ ഉണ്ടായാലും 1-ാം തീയതി തന്നെ കൃത്യമായിട്ട് സ്റ്റാഫിനൊക്കെ ശമ്പളം കൊടുക്കണം. അതുപോലെ തന്നെ ആത്മാർത്ഥതയും സത്യസന്ധതയും ഒരിക്കലും കൈമോശം വരരുത്. നിനക്കൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്റെ 12ാമത്തെ പിറന്നാൾ ദിനത്തെപ്പറ്റി. കേട്ടോ മഹി, അച്ഛൻ മരിച്ച ശേഷം അതറിയാതെ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഐസിന് മുന്നിലും പിന്നെ വാർഡിലും ഒക്കെ അനന്തും ഇവനും ഉണ്ടായിരുന്നു, രാപ്പകലില്ലാതെ. അവസാനം എന്റെ അനന്തു എന്നോട് അസത്യം പറഞ്ഞത്. ആക്സിഡന്റിൽ അച്ഛനെ എനിക്ക് നഷ്ടപ്പെട്ട വിവരം. എടാ, ഞാൻ കരഞ്ഞില്ലായിരുന്നല്ലോ അല്ലേ? നീ കരയാത്തതായിരുന്നു എന്റെ വാപ്പയുടെയും അനന്തുവിന്റെയും അച്ഛന്റെയും ഒക്കെ ഭയവും സങ്കടവും. മനസ്സ് മരവിച്ചു പോയവൻ പിന്നെ എങ്ങനെ കരയാനാടാ? അമ്മ മരിക്കുമ്പോൾ എനിക്ക് 4-5 വയസ്സ് പ്രായമേ ഉള്ളൂവെങ്കിലും ഓർമ്മയായ പ്രായമല്ലെങ്കിലും അന്ന് ഒരുപാട് അലമുറ ഇട്ടതല്ലേ, കണ്ണീര് ഒരുപാട് കളഞ്ഞല്ലേ. അച്ഛനും കൂടെ പോയതോടെ കണ്ണീര് പറ്റിയെന്ന് പറയാം. കേട്ടോ ലക്ഷ്മി, അതൊക്കെ കഴിഞ്ഞ് ഇവന് സ്കൂളിലേക്ക് വീൽ ചെയറിൽ വന്ന ശേഷം ഒരു ദിവസം സ്കൂളിലേക്ക് ഒരു ലോറി വന്നു. കല്ലെറുക്കാനായിട്ട് വന്ന ലോറിയാ. വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് ഇവൻ ഒരു കല്ലെടുത്ത് ആ ലോറിയിലേക്ക് ഒറ്റയേറ്. ആ ഒരു ഒറ്റയേറിന് അതിന്റെ ചില്ല് പൊട്ടി തകർന്നു. ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ലേ മഹി, പിന്നീട് എനിക്ക് ലോറി കാണുന്നതും ലോറിയുടെ ശബ്ദം കേൾക്കുന്നതും അരോചകമായിരുന്നു. ആ സമയത്ത് ഞാൻ വയലന്റ് ആകും. പിന്നെ നല്ല ചില ഡോക്ടർമാരുടെ ട്രീറ്റ്മെന്റിനും ഉപദേശത്തിനും ഒക്കെ ശേഷം ആ സ്വഭാവത്തിനൊരു മാറ്റം വന്നത്. ഇയാൾക്ക് ലോറി കാണുന്നത് അത്രയ്ക്ക് ദേഷ്യമാണെങ്കിൽ എന്റെ അച്ഛനുണ്ട് 6-7 ലോറി. അത് ഇയാളുടെ മുന്നിലൂടെ കാലങ്ങും വിലങ്ങും ഓടിക്കേണ്ടതാ. അന്ന് ആക്സിഡന്റ് ഉണ്ടായപ്പോ അയാളുടെ അച്ഛനെ പോയുള്ളൂ, അയാൾ പോയില്ല. അതിൻ്റെയാ എനിക്കിപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നേ. നല്ലൊരു ഫംഗ്ഷനാ, അതിനിടയ്ക്ക് ലക്ഷ്മി എന്തിനാ കരയിക്കുന്നത്? ഇതൊക്കെ കേട്ടിട്ട് ലക്ഷ്മിയുടെ കണ്ണ് നിറഞ്ഞത് കണ്ടില്ലേ? ഇയാളൊരു പാവ. ആകെ കൂടി എന്റെ ഭാര്യയ്ക്കുണ്ടായ ഒരു വലിയ നഷ്ടം ഇയാളുടെ കുടുംബജീവിതം. അത് ഇടയ്ക്കിടയ്ക്ക് പറയും. അതാ റിയാസക്ക എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. നിനക്കൊരു കുടുംബം ഉണ്ടാവുകയാണെങ്കിൽ നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ നന്നായി നോക്കുന്ന ഒരാൾ വരണമെന്നായിരുന്നു ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥന. അത് പടച്ചോൻ കേട്ടടാ. അന്നത്തെ ആക്സിഡന്റ് എന്നെ പോലെ തന്നെ എന്റെ കണ്ണേട്ടന്റെയും മനസ്സിൽ അതേപടി നിൽക്കുക. അതിന് ഞാനും സാക്ഷിയാണെന്ന് കണ്ണേട്ടൻ അറിഞ്ഞ ഉറപ്പായിട്ടും ഈ സ്നേഹം പിന്നീട് എന്നോട് കാണില്ല. കാരണം കണ്ണേട്ടന്റെ എല്ലാമായ അച്ഛനെ കണ്ണേട്ടനിൽ നിന്ന് വേർപെടുത്തിയത് ആ ആക്സിഡന്റാ. എന്റെ ഭർത്താവിനെ വീൽ ചെയറിലാക്കിയതും ആ ദുരന്തം. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.